തന്തയില്ലാത്ത മിസ്റ്റേക്ക് കാണാം. യുവർ അക്കൗണ്ട് ഈ സസ്പെൻഡഡ് എന്ന് കാണിച്ചിരിക്കുന്നു. ഗൈസ് ഒരു കോമഡി കേൾക്കണ. കഴിഞ്ഞ ദിവസം സ്വത്ത് ഇവിടുന്ന് വഴക്കിട്ടിട്ട് സ്വത്തിന്റെ കുറെ തുണിയും സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു ഇവിടെ ഓടിയൊക്കെ ചേഞ്ച് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടാ. എന്റെ ഇൻസ്റ്റാഗ്രാം അടിച്ച് പോയി ഗൈസ്. എത്ര ഫോളോവേഴ്സ് ഉണ്ടാകുന്ന അറിയാമോ, എല്ലാ വ്യൂസ് ആണെന്നറിയോ, കോപ്പ് എല്ലാം ഒരു തെറ്റ് ചെയ്യാനാണ് ഗൈസ് ആ ഇൻസ്റ്റാഗ്രാം തെറ്റുകളൊക്കെ അക്കൗണ്ട് കാണുന്നത്. അങ്ങനെ ഗൈസ് ഇന്ന് ഡേ 21 ആയിരിക്കും 75 ഹാർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്തൊക്കെയോ വിസിബിൾ ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നേ ഓടിയൊക്കെ ചേഞ്ച് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടാ. അപ്പൊ ഗൈസ് ബിഗിനിങ്ങിൽ കണ്ട പോലെ എന്റെ ഇൻസ്റ്റാഗ്രാം അടിച്ചു പോയിരിക്കുകയാണ് ഗൈസ്. ഇത് എന്റെ മിസ്റ്റേക്ക് ഒന്നുമല്ല, തന്തയില്ലാത്ത മിസ്റ്റേക്ക് കാണാം. കാരണം ഇത് എന്റെ മാത്രമല്ലെന്ന് കുറെ ആൾക്കാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിസേബിൾ ആയി ഒറ്റ ദിവസം കണ്ടു. കുറെ ആൾക്കാരൊക്കെ അപ്പൊ തന്നെ കിട്ടി, കുറെ ആൾക്കാരൊന്നും കിട്ടിയിട്ടില്ല, കുറെ ആൾക്കാരൊക്കെ പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആയി. എന്റെ ആ കാറ്റഗറി കിടക്കുക, എനിക്കറിയത്തില്ല കിട്ടുമോ ഇല്ലെന്ന്. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുമായിരിക്കും. ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ലെന്ന്. ഓ എന്തോരം മെമ്മറീസ് ആയിരുന്നു എന്റെ ഉണ്ടായിരുന്നത്, എന്തോരം അടിപൊളി ഫോട്ടോസ് ആയിരുന്നു, വീഡിയോസ് ആയിരുന്നു, അടിപൊളി റീൽസ് ആയിരുന്നു. ഓ കുറെ സാധനം ഉണ്ടായിരുന്നു. അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അപ്പൊ ഈ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നാണ് ഗൈസ് ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയപ്പോ യുവർ അക്കൗണ്ട് ഈ സസ്പെൻഡഡ് എന്ന് കാണിച്ചിരിക്കുന്നു. വാട്ട് ദ ഫിഷ്? Yeah, fish bro. After that guys എൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് അതിനുശേഷം ഒരു സെൽഫി വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു, അതും ചെയ്ത്. അത് ചെയ്തപ്പോൾ എൻ്റെ സസ്പെൻഡ് ആയിട്ടുള്ള അക്കൗണ്ട് ഉണ്ടല്ലോ ഡിസേബിൾ ആയി. എന്നിട്ട് പറഞ്ഞ് ഇനി നിനക്ക് ഒരിക്കലും കിട്ടത്തില്ലെന്ന്. എന്ത് മൂഞ്ചി അവസ്ഥയാണ് ഗൈസ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബെറ്റ വെരിഫൈഡ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് കസ്റ്റമർ കെയർ ചാറ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്, ചാറ്റ് ചെയ്യുമ്പോൾ റെഡിയാക്കാന്നൊക്കെ പറയാം. അത് കഴിയുമ്പോൾ അവർ പറയും എന്താണ് കറക്റ്റ് റീസൺ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പം റെഡിയാക്കാൻ പറ്റത്തില്ല, ഞാൻ വേറൊരു ടീമിന് നിങ്ങളുടെ കേസ് ഹാൻഡ് ഓവർ ചെയ്യുവാണ്, ഡോണ്ട് വറി യു ആർ ഇൻ ഗുഡ് ഹാൻഡ്സ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവരുടെ ബ്രോ ഇതെന്റെ ബ്രെഡ് ആൻഡ് ബട്ടറാണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഡോണ്ട് വറി എല്ലാ ഹെൽപ്പും. അത് ഞാൻ അടുത്ത ടീമോട്ട് ചാറ്റ് ചെയ്യാം. അപ്പോൾ അവർ പറയും ഇതെന്റെ കയ്യിൽ നിൽക്കത്തില്ല, ഞാൻ അടുത്ത ടീമിന് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയും. അത് നടക്കത്തില്ല. ലാസ്റ്റ് യൂസ് ചെയ്യുന്നൊക്കെ ഏതാണ്ട് ഒരു കിളവൻ എന്നെ വിളിച്ച് സംസാരിച്ച് എന്നിട്ട് പുള്ളിയോട് ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ പറയാം അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല, അത് കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം എനിക്കത് പറയാൻ പറ്റത്തില്ല. പിന്നെ എന്നാ തേങ്ങൊക്കെ അമ്മിയൊക്കെ അവിടെ ഇരിക്കുന്ന കസ്റ്റമർ കെയർ കോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് അക്കൗണ്ട് കിട്ടിയില്ല, ഒരു മലര് കിട്ടിയില്ല ഗൈസ്. കുറെ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യണ ആൾക്കാരുടെയൊക്കെ അക്കൗണ്ട് അടിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെല് ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസ് ഒക്കെ മെൻഷൻ ചെയ്ത് പറയുവാണെങ്കിൽ എഴുതി കാണിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ അക്കൗണ്ട് കുറെ അടിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇപ്പൊ ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ കയറി ബൈ ചെയ്യുക. അതുപോലെ തന്നെ കുറെ ഫോളോവേഴ്സ് ഒക്കെ പെട്ടെന്ന് ആ പേജിലോട്ട് വരുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വിചാരിക്കുന്നത് ഇത് എന്തോ ഒരു ബോട്ടാണ് എന്ന രീതിക്കാണ്. ഇൻസ്റ്റാഗ്രാം ഇതൊരു ഫേക്ക് പേഴ്സൺ ആണ്, റിയൽ പേഴ്സൺ അല്ലെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ച് കളയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ റീസൺ ആണ്. അപ്പോൾ ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് സൂക്ഷിച്ചു, അതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ചു പോകണം. അങ്ങനെ ഗൈസ് ഒഫീഷ്യലി നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ചു പോയി ഗൈസ്. ഇപ്പോഴാണ് ശരിക്കും അടിച്ചു പോയത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ടായിട്ട് അതുപോലെ തന്നെ ഇത്രയും വ്യൂസ് ഉള്ള അക്കൗണ്ട് അടിച്ചു പോയതല്ല സങ്കടം. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ മെമ്മറീസ് ആണ് അതിനകത്തുള്ളത്. പണ്ട് തൊട്ടേ ഉള്ള കുറേ ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ സ്വത്ത് എന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ ഉള്ള വീഡിയോ, അതുപോലെ തന്നെ കുറേ ഞാൻ തായ്ലൻഡ് സിംഗപ്പൂര് അവിടെ ഇവിടെയൊക്കെ ട്രിപ്പ് എബ്രോഡൊക്കെ ട്രിപ്പ് പോയപ്പോൾ ഉള്ള മെമ്മറീസ് കുറേ സാധനം, അതുപോലെ തന്നെ കുറേ സ്റ്റോറീസ് ഹൈലൈറ്റ്സ് ഇതൊക്കെ ഭയങ്കര പ്രഷ്യസ് ആയിരുന്നു. അതെല്ലാം പോയതാണ് ഗൈസ് എനിക്ക് സങ്കടം. അല്ലാണ്ട് ആ ഇൻസ്റ്റാഗ്രാം പോയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, എനിക്ക് ആ മെമ്മറീസ് ഒക്കെ ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അക്കൗണ്ട് അടിച്ചു പോയെന്ന് പറഞ്ഞ് ഞാൻ ചാടി കയറി പുതിയ അക്കൗണ്ടൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യുകയാണ്, ഒരു 2-3 ദിവസം കൂടെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല, നടക്കത്തില്ലെങ്കിൽ നടക്കത്തില്ല, അക്സെപ്റ്റ് ചെയ്യുക. അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇൻസ്റ്റാഗ്രാം എൻ്റെ അച്ഛനാ അപ്പൂപ്പനൊന്നും അല്ലല്ലോ അവിടെ ഇരിക്കണേ നമ്മളുടെയൊക്കെ. അതുകൊണ്ട്
എന്താണെങ്കിലും ഗൈസ് അക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളു, എല്ലാം നല്ല ഇനി. ഗൈസ് ഒരു കോമഡി കേൾക്കണ, കഴിഞ്ഞ ദിവസം സ്വത്ത് ഇവിടുന്ന് വഴക്കിട്ടിട്ട് സ്വത്തിന്റെ സാധനം കുറെ തുണിയും സാധനങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തോണ്ട് പോയിട്ട് ഇപ്പതേ ബാണ്ടക്കെട്ട് പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. അതാ ഈ ബാണ്ടക്കെട്ട് മൊത്തം എടുത്തു വെച്ചത് ഞാൻ. എനിക്ക് അപ്പോഴേ ഞാൻ ഇവനോട് പറഞ്ഞ വഴക്കിട്ടപ്പോ ഇതൊന്നും എടുത്തോണ്ട് പോലും അടുത്ത ദിവസം നീ വഴക്ക് പറയുമ്പോ തിരിച്ചു കൊണ്ടുവരുമെന്ന്. എന്നിട്ട് ബാണ്ടക്കെട്ട് ഇവിടെ വന്നിരിക്കുന്നു. എന്നിട്ട് നിലത്തിട്ടിട്ട് നറൂട്ടോ ഇവളുടെ 10,000 രൂപ ഡ്രസ്സ് കടിച്ച് കീറി. നറൂട്ടോ അങ്ങനെ വേണോടാ, ഇതാണ് ഇവിടുന്ന് ഓരോന്നൊക്കെ എടുത്തിട്ട് കുഴപ്പോ. പിന്നെ ഞാൻ തുണിയില്ലാണ്ട് നഗ്ന സത്യം അറിയാം. എന്നിട്ട് ഇപ്പൊ ഇവള് ഗൈസ് പറഞ്ഞ പോലെ നമ്മുടെ സ്വത്ത് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടാ. ഈ ചാനലിന്റെ പേര് പറഞ്ഞോട്, നന്നൂസ് ഒഫീഷ്യലാണ്. അപ്പൊ അതിന്റെ വ്ലോഗ് കാര്യങ്ങൾ ഇവിടെ എഡിറ്റ് ചെയ്യേണ്ടിരിക്കുകയാണിത് കേട്ടാ. അപ്പൊ അതിന്റെ വീഡിയോ മിക്കാറും ഇന്ന നാളെ എങ്ങാണ്ട് വരും കേട്ടോ. അപ്പൊ മാക്സിമം ഗൈസ് എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ എന്നെ ഇപ്പൊ സപ്പോർട്ടുകളും ചെയ്യുന്നില്ല നിങ്ങൾ. എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്തതിൽ കുഴപ്പമില്ല, നമ്മുടെ സ്വത്തിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടല്ലോ. അപ്പൊ അടിപൊളിയായിരിക്കും. എന്നാലും ബാണ്ടക്കെട്ടാണ് ഗൈസ് മെയിൻ. 2 ബാണ്ടക്കെട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ വ്ളോഗില് എന്റേതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഞാൻ തുടങ്ങുന്നതായിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ വ്ളോഗ് കാണണം കേട്ടോ. കറക്റ്റ് ഞാൻ എഡിറ്റ് ചെയ്യണ പോലെ തന്നെ ഇരിക്കുന്നു. ഗൈസ് ഞാൻ അവനെയാണ് ആദ്യമേ യൂട്യൂബർ ആയിട്ട് കണ്ടിരിക്കുന്നത്. ഞാൻ അവന്റെ വ്ളോഗാണ്. അതിനെന്താ നല്ല എന്നെക്കാൾ അടിപൊളിയായിട്ട് ഞാനല്ലേ ഇപ്പൊ മറ്റേ അട്ടർ ഫ്ലോപ്പാണ് ബ്ലോഗില്. ഓക്കെ, കാരണം ഞാൻ ബ്ലോഗൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞ ആ വീഡിയോ ഇടുന്നില്ല. എന്തായാലും ഇടറ മടി പിടിച്ചേ, അതൊക്കെ എന്തായാലും റെഡിയാവും. ചെറിയ മടിയൊന്നുമില്ല, കുഴി മടിയാണ്. അപ്പൊ എന്റെ വ്ളോഗ് കണ്ടിട്ട് അവൻ ഇൻസ്പയർ ആയിട്ട് വ്ളോഗ് എടുക്കാൻ തുടങ്ങാൻ പോവാണ്. അത്രേ ഉള്ളു, ഞാൻ വ്ളോഗ് എടുക്കും. അത്രേ ഉള്ളു, സപ്പോർട്ട് ചെയ്യണം കേട്ടാ. അപ്പൊ നിങ്ങളുടെ ഗേൾഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ഇതേപോലെ വഴക്കിട്ട് കഴിയുമ്പോ വീട്ടിൽ നിന്ന് അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് അവളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോ ഇതൊക്കെ തിരിച്ചു പിടിച്ച് കൊണ്ടുവരാറുണ്ട്. പറയല്ലേ, പറ. ഈ 4 പെണ്ണാണെങ്കില് ഇവളുടെ ഫസ്റ്റ് വ്ളോഗിനകത്ത് എന്നെ കുറിച്ച് പറഞ്ഞിട്ട് പോലും ഇല്ല. കാരണം ഞങ്ങള് വഴക്കിട്ടിരിക്കുവായിരുന്നു. എന്നിട്ട് ഇവള് എന്നെ അത് തന്നെ എനിക്ക് വരാനുള്ള ഉള്ളു. അവിടെ എന്നെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഗൈസ്. എന്നാലും ഞാൻ പറയും സബ്സ്ക്രൈബ് ചെയ്യണം. അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിച്ചിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്ത് കേട്ടോ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഞ്ചു അനുഗ്രഹിക്കും, ഞാൻ ഫസ്റ്റ് വ്ളോഗ് ചെയ്യാൻ പോവാ. ഞാൻ പറഞ്ഞു തകർക്ക്. അതെ, തഥാസ്തു നടക്കട്ടെ എല്ലാം. അതാണ് പറയണേനെല്ലാം ബദിൽ ഒരു നഗ്ന സത്യം ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്വത്ത് ഒരു പുതിയ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെ അളിയ കുറെ നെഗറ്റീവ് വോളികളും കുറെ കുറെ തെണ്ടികളും ഒക്കെ കാണും. ഓക്കെ, അപ്പൊ മാക്സിമം നിങ്ങൾ അധികം ഒരു കമന്റ് ഇടാനോ അല്ലെങ്കിൽ എന്താണ് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പോകാണ്ടിരിക്കുക. കാരണം അവളാണെങ്കിൽ ഭയങ്കര പാവമാണ്, ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആണ്. എന്നെ പോലെ മറ്റേ ഞാനാണെങ്കിൽ ഐ ഡോണ്ട് കെയർ. അവളങ്ങനെയല്ല, പാവം. എന്തെങ്കിലും ആരെങ്കിലും നോ കൊള്ളത്തില്ല വീഡിയോ അല്ലെങ്കിൽ ഇടണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഭയങ്കര ഡൗൺ ആയി പോകും. ആവുക, അതുകൊണ്ട് അങ്ങനെയൊന്നും ഇടലും കേട്ടാ. അങ്ങനെയൊക്കെ ഇടണമെങ്കിൽ നിങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ വന്ന് വെച്ചാൽ ഉത്തുകളെ എന്ത് വേണം ഇട്ട്. ഐ ഡോണ്ട് കെയർ ഫ്രാങ്ക്ലിയൊക്കെ. നിനക്കൊക്കെ ഇവിടെ അഭിഷേകം നടത്താം, ഒരു കുഴപ്പമില്ല, ഞാൻ തിരിച്ചു പറയും. ഓക്കെ, അവളുടെ അടുത്തൊന്നും അങ്ങനെ പോയി ചെയ്യേണ്ട കാര്യമില്ല. മാക്സിമം ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെങ്കിൽ സപ്പോർട്ട് ചെയ്യും, അത് തന്നെ വലിയ കാര്യം. ഓക്കെ, താങ്ക് യു ഗൈസ്.